ഇമിഗ്രേഷൻ ഏജൻസികളും സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസികളും നിങ്ങൾക്ക് തരുന്ന മോഹന വാഗ്ദാനങ്ങളിൽ വീണുപോകാതിരിക്കും. ഇമിഗ്രേഷൻ ഏജൻസികൾക്ക് പിന്നാലെ പായാതെ കുറച്ചുനേരം കാര്യങ്ങൾ മനസ്സിലാക്കാനും തയ്യാറെടുക്കാനും മാറ്റിവെക്കുക. PR ലക്ഷ്യമാക്കിയാണ് ഒരു രാജ്യം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു രാജ്യവും സ്വപ്നരാജ്യമോ സ്വർഗരാജ്യമോ ഒന്നും തന്നെയല്ല. ഇമിഗ്രേഷൻ ഏജൻസികളും സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസികളും നിങ്ങൾക്ക് തരുന്ന മോഹന വാഗ്ദാനങ്ങളിൽ വീണുപോകാതിരിക്കുക. കാനഡ, ഓസ്ട്രേലിയ, UK, അയർലൻഡ്, ജർമ്മനിയും എന്നല്ല ഈസ്റ്റേൺ ബ്ലോക്ക് കൺട്രികളായ പോളണ്ട്, ഹംഗറി എന്നീ രാജ്യങ്ങളും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായ ഡെൻമാർക്ക്, സ്വീഡൻ എന്നിവയൊക്കെ തന്നെയും പഠിക്കാനും ഇമിഗ്രേറ്റ് ചെയ്യാനും സ്വർഗരാജ്യങ്ങളാക്കി മാറ്റാനും കഴിവുള്ള രാജ്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഉപരിപഠനവും ഇമിഗ്രേഷനും ഒക്കെ തന്നെ വേണ്ടത്ര തയ്യാറെടുപ്പുകളോടും കരുതലോടും ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. എത്രയും പെട്ടെന്ന് രാജ്യം വിടുക എന്ന പരിമിത ലക്ഷ്യത്തിനപ്പുറം തന്റെ യോഗ്യതകൾക്കും താല്പര്യങ്ങൾക്കും അനുസൃതമായ രാജ്യം തിരഞ്ഞെടുക്കുക എന്നതാണ് പരമപ്രധാനം. ആ രാജ്യത്തെ ഉപരിപഠന സാധ്യതകളും തൊഴിൽ സാധ്യതകളും മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ. സ്ഥിരവാസത്തിന് അഥവാ PR ലക്ഷ്യമാക്കിയാണ് ഒരു രാജ്യം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കുടുംബത്തെ ഒപ്പം കൂട്ടുക, പങ്കാളിയുടെ തൊഴിൽ സാധ്യതകൾ ആരായുക, കുട്ടികളുടെ വിദ്യാഭ്യാസം കണക്കിലെടുക്കുക എന്നിങ്ങനെ വരുമ്പോൾ വിദേശ രാജ്യങ്ങളിലെ ഉപരിപഠനവും ഇമിഗ്രേഷനും വേണ്ടി കൂടുതൽ ശ്രദ്ധയോടുകൂടി തയ്യാറെടുക്കേണ്ടത് അനിവാര്യമാകും. നാട്ടിൽ കൂണുപോലെ മുളച്ചു പൊന്തുന്ന ഇമിഗ്രേഷൻ ഏജൻസികൾക്ക് പിന്നാലെ പായാതെ കുറച്ചുനേരം കാര്യങ്ങൾ മനസ്സിലാക്കാനും തയ്യാറെടുക്കാനും മാറ്റിവെക്കുക. വേണ്ടി വന്നാൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങളിലെ ഇമിഗ്രേഷൻ ലോയറെ കൺസൾട്ട് ചെയ്യുകയും ലഭ്യമായ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. വിദേശ പഠനവും ഇമിഗ്രേഷനും ഒക്കെ തന്നെ നിങ്ങളിൽ നടത്തുന്ന ദീർഘകാല നിക്ഷേപങ്ങളാണ്. ഈസി ഇമിഗ്രേഷൻ എന്നല്ല, മറിച്ച് സേഫ് ആൻഡ് റെസ്പോൺസിബിൾ ഇമിഗ്രേഷൻ എന്നാണ് ചിന്തിക്കേണ്ടത്. ഇമിഗ്രേഷൻ ഫ്രോഡുകൾക്കും വർക്ക് പെർമിറ്റ് സ്കാമുകൾക്കും ഇരയാകാതിരിക്കുക.